വൻതുകയ്ക്കാണ് ദുൽഖർ സൽമാനെ നായകനാക്കി പവൻ സദ്യനേനി സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രത്തിന്റെ OTT ഡീൽ വിറ്റുപോയത്. ദുൽഖറിന്റെ അന്യഭാഷാ സിനിമകളിലെ ഏറ്റവും വലിയ ഡീലാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒപ്പം കോടികൾക്കാണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സും വിറ്റുപോയത്. ദുൽഖർ സൽമാനെ നായകനാക്കി പവൻ സദ്യനേനി സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമാണ് ആകാംക്ഷല്ലോ ഓകതാര. ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ലക്കി ഭാസ്കറിന് ശേഷം തെലുങ്കിൽ ദുൽഖർ നായകനാകുന്നെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. മഹാനടി സീതാരാമം, കൽക്കി തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച പ്രകടനങ്ങളിലൂടെ തെലുങ്ക് സിനിമയിൽ ശ്രദ്ധേയനായ ദുൽഖറിന് ഇന്ന് ഏറെ ജനപ്രീതിയാണ് പ്രേക്ഷകർക്കിടയിലുള്ളത്. വ്യത്യസ്തമായ കഥാപറച്ചിലിനും സിനിമാറ്റിക് സമീപനത്തിനും പേരുകേട്ട പവൻ സദ്യനേനി സിനിമയുടെ ചിത്രീകരണം നിലവിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ സിനിമയുടെ OTT ഡീൽ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തിയേറ്റർ റിലീസിന് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് 34 കോടി രൂപയ്ക്കാണ് ചിത്രം സ്വന്തമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദുൽഖറിന്റെ അന്യഭാഷാ സിനിമകളിലെ ഏറ്റവും വലിയ ഡീലാണിത്. അതോടൊപ്പം തന്നെ 7 കോടി രൂപയ്ക്കാണ് മ്യൂസിക് റൈറ്റ്സ് വിറ്റുപോയതെന്നും സൂചനകളുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. GV പ്രകാശ് കുമാറാണ് ചിത്രത്തിനു വേണ്ടി സംഗീതമൊരുക്കുന്നത്. സന്ദീപ് ഗണ്ണവും രമ്യ ഗണ്ണവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ വമ്പൻ ചിത്രം തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനികളായ ഗീത ആർട്സ്, സ്വപ്ന സിനിമ, ലൈറ്റ് ബോക്സ് മീഡിയ എന്നിവർ ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിമാണ് ദുൽഖർ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം എത്തുന്ന ദുൽഖറിന്റെ മലയാള ചിത്രം കൂടെയാണിത്. വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സജീർ ബാബ, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കിയത് ആദർശ് സുകുമാരനും ഷഹബാസ് റഷീദും ചേർന്നാണ്. ഈ വർഷം ഓണം റിലീസായി പുറത്തിറങ്ങുന്ന ചിത്രം വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.